നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 3:7. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വായിക്കട്ടെ. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പച്ച, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇത്രത്തോളം കൂടിയവനായി നന്ദി അപ്പ. ഹല്ലേലൂയ അപ്പച്ച, സ്തോത്രം. ഞങ്ങൾ അപ്പാട് സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കാൻ നന്ദി അപ്പ. കർത്താവ്, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളോട് കർത്താവ് ഇടപെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ. ഹല്ലേലൂയ. എല്ലാവർക്കും അപ്പച്ച, സ്തോത്രം അപ്പച്ച, ബലവും ശക്തി എല്ലാം നൽകണം. ശാരീരിക ക്ഷീണങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പച്ച, സ്തോത്രം. അപ്പൊ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഞാൻ കാര്യപ്പാൻ കൃപ തരികയാൽ നന്ദി പിതാവേ. അപ്പച്ചാടെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന കർത്താവെ, സ്തോത്രം അപ്പ. നന്ദി കർത്താവ്. ദൈവാത്മാവ് തന്നെ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവെ, സ്തോത്രം അപ്പ. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ അധരങ്ങൾ കൂടി വരുവാൻ സമ്മതിക്കരുത്. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നന്ദി. യേശു അപ്പച്ചാടെ രക്തത്തിൽ ഞങ്ങളെ അപ്പച്ചാ സ്തോത്രം കവർ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവിന് നന്ദി അപ്പ. യേശു കർത്താവിൻ നാമത്തെ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പലർക്കും പലരെ കുറിച്ചും പല അറിവുകളുണ്ട് അല്ലെ. നമ്മുടെ പേര് പലർക്കറിയാം, നമ്മുടെ വീട് പലർക്കറിയാം, നമ്മുടെ ജോലി പലർക്കറിയാം. അങ്ങനെ പല പല കാര്യങ്ങൾ പലരെ കുറിച്ചും അറിയാം. പലർക്കും അങ്ങനെ പേഴ്സണലായിട്ട് പലരെ അറിയാമെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും സങ്കടങ്ങൾ അറിയണമെന്നില്ല അല്ലേ. എല്ലാവർക്കും എല്ലാവരുടെയും സങ്കടങ്ങൾ അറിഞ്ഞാലും ശകലമൊക്കെ അറിയത്തുള്ളൂ, അറ്റവും മുറയൊക്കെ അറിയത്തുള്ളൂ. പിന്നെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നവരുണ്ട്, അവരുടെ സങ്കടങ്ങളൊക്കെ അറിയുന്നവരുണ്ട്. എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എല്ലാം അങ്ങ് തുറന്നു പറയാൻ പറ്റത്തില്ല. ചില സങ്കടങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ആമേൻ. ചില സങ്കടങ്ങൾ നമ്മൾ സങ്കടങ്ങളിൽ പോയാലും പറയാൻ കൊള്ളത്തില്ല. ആമേൻ. പറഞ്ഞാൽ അത് നാറ്റം കേസാണ്. അതുകൊണ്ട് നമുക്കത് പറയാനും പറ്റാത്തത് കാരണം നമ്മൾ പല കാര്യങ്ങളും നോക്കും. നമ്മുടെ വീട്ടിലെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേ ഉള്ളൂ. നമ്മുടെ ചില സങ്കടങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. അമ്മിനി സിസ്റ്ററെ, ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. എൻ്റെ ലാപ്ടോപ്പിന്റെ ചാർജ്. സ്തോത്രം. ആമേൻ. അപ്പൊ നമ്മുടെ ഈ സങ്കടങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം ചിലപ്പോൾ ഷെയർ ചെയ്തൊന്നും ഇരിക്കത്തില്ല. ഷെയർ ചെയ്യുന്നതിനകത്തും ചില പരിമിതികൾ നമുക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കർത്താവ് ഒന്ന് മോശയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതെല്ലാം ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, എനിക്കറിയാം അവരവിടെ എത്ര പേര് വർദ്ധിച്ചിട്ടുണ്ട്, അവർ കുറച്ച് പേരല്ലേ അവിടെ വന്നുള്ളൂ, ഇപ്പൊ അങ്ങ് പെരുപ്പത്തിൽ ഇത്രയും പേരായില്ലേ, ഞാൻ അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ഒക്കെ ദൈവം, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ പോവാ, ഇതൊന്നും അല്ല വന്നവിടെ വന്ന് പറയുന്നത്. അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഹാലേലൂയ. ഞാൻ അവരുടെ ഞരക്കം കണ്ട്, ഞാൻ അവരുടെ കഷ്ടതകളൊക്കെ ഞാൻ കണ്ട്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ്, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആമേൻ, ഹാലേലൂയ. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരെ കാണുന്ന സങ്കടമാണെങ്കിലും, മറ്റുള്ളവർക്ക് ഇച്ചിരി അറിയാവുന്ന സങ്കടങ്ങളാണെങ്കിലും, നമ്മൾ പറയാതിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. അവർക്ക് പല കഷ്ടതകളുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് അവർ ഈജിപ്തിൽ നിന്നപ്പോൾ അവർ പല കഷ്ടങ്ങൾ കൂടി അവർ കടന്നുപോയി. കാരണം അവർക്ക് വേണ്ടുന്ന പ്രോപ്പർ പ്രൊവിഷൻ കൊടുക്കാതെ അവർ നിങ്ങൾ അത് ഫിനിഷ് ചെയ്യണം, ഇത് ഫിനിഷ് ചെയ്യണം എന്ന് പറയുമ്പം അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അവർ അത്രയ്ക്കും അവരുടെ ജീവിതം കടുപ്പമാക്കി. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പം അവരുടെ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ച, പണിയിൽ മാത്രം വരുന്ന സങ്കടമായിരിക്കത്തില്ല. അമ്മ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിലെ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം കൊണ്ട് വീട്ടിൽ ചെല്ലും, വീട്ടിൽ പ്രോബ്ലം ആകും. അങ്ങനെ കാര്യങ്ങൾ ശരിക്കും നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അതുപോലെ ഇവരെ നടക്കാതെ വരുമ്പോൾ പിടിച്ച് അടിക്കുന്നു. ഇതൊക്കെ പറയാനും പറ്റത്തില്ല. എന്നാൽ അവർ കടന്നു പോവാണ്. ആരുടെ ജനമാണ്? ദൈവത്തിന്റെ ജനമാണ്.
അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ സങ്കടങ്ങൾ എന്താ, ഞങ്ങൾക്ക് ഈ ഗതിയാണല്ലോ, ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടിക ഉണ്ടാക്കി ഈ മണ്ണിലും ഈ വെയിലത്തും ഒക്കെ കിടന്ന് എന്തൊരു പാടാ പെടുന്നത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയാതെ തന്നെ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ കർത്താവ് ഇതെല്ലാം കണ്ടിരിക്കുകയാണ്. ഇതിന്റെ കർത്താവ് എന്താ പറയുക, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ കർത്താവ് ആ സങ്കടം മാറ്റാൻ വന്നു കഴിയുമ്പോഴല്ല, അതൊരു ഭയങ്കര വരവ് തന്നെയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം അവർക്ക് സങ്കടം ഉണ്ടായി, അത് ശരിയാണ്. പക്ഷെ കർത്താവ് ഇറങ്ങി വന്നത് എപ്പോഴാ? കർത്താവിനൊരു സമയം ഉണ്ടായിരുന്നു. ആ 430 വർഷം അവരവിടെ അടിമകളായിട്ട് അവിടെ നിന്നു. ഹല്ലേലൂയ. അവരെത്ര നാൾ അവർ സങ്കടങ്ങളിൽ കൂടെയൊക്കെ പോയി. സ്തോത്രം. ജോസഫ് മരിച്ചു, അതെല്ലാം കഴിഞ്ഞ് ജോസഫിനെ അറിയാത്തൊരു രാജാവ് അവിടെ വന്നു. അതോടുകൂടി അവരുടെ സങ്കടങ്ങളുടെ കഥയങ്ങ് തുടങ്ങി. ഹല്ലേലൂയ. അത് തുടങ്ങിയ ശേഷം നമുക്കറിയാം ദൈവം വിടുവിക്കുന്ന ആ സമയത്താണ് കർത്താവ് വരുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം ഇവർക്ക് ഇങ്ങനെ ഇവർ ഹാർഡ് വർക്ക് കൊടുക്കും തോറും, ഇവരെ പ്രശ്നം ഉണ്ടാക്കും തോറും ഇതെല്ലാം എണ്ണി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഓരോ വീട്ടിലും എന്താ നടക്കുന്നതെന്നുള്ള ഓരോരുത്തരുടെ ഹൃദയത്തിലുള്ള സങ്കടങ്ങളെ കാണും. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. എന്നിട്ട് മോശം പറയാം, ഞാൻ ഇതിനിറങ്ങി വന്നിരിക്കുക, നീ ചെല്ലേ. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം മോശ അവിടേക്ക് വിടുവാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കറിയാം കർത്താവ് എങ്ങനെയാ ചെയ്തെന്നുള്ളത്. നമുക്കത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ വന്ന ബാധകളും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വചനത്തിൽ വായിച്ചാൽ കാണാം. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ഇവരെ ഹല്ലേലൂയ ഒരു അടിമവേല അവിടെ ചെയ്ത്, ഇഷ്ടികപ്പണി ചെയ്ത്, ഇത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്ത ഒരു ആൾക്കാരുടെ കയ്യിൽ ഉള്ള സമ്പത്തുമായിട്ടൊന്നും അല്ല അവരവിടെ നിന്ന് പോകുന്നത്. ആമേൻ. അവരുടെ സങ്കടങ്ങൾ കർത്താവ് തീർത്തത് എങ്ങനെ? ഹല്ലേലൂയ. ഇവരെ സങ്കടപ്പെടുത്തിയവരുടെ സങ്കടങ്ങൾ കാണിപ്പിച്ചിട്ടാണ് ദൈവം അവരെ അവിടെ നിന്ന് വിട്ടത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇവരെ സങ്കടപ്പെടുത്തിയവരുടെ സങ്കടങ്ങൾ ഇവര് കണ്ടു. ഹല്ലേലൂയ. കാരണം ഗോശൻ ദേശത്ത് പല ബാധയും ഉണ്ടായില്ല, മറ്റവരുടെ സ്ഥലത്ത് ഇതെല്ലാം ഉണ്ട്. അവർക്ക് അവിടെ നിന്ന് എത്തി നോക്കാനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇവര് അറിയുന്നുണ്ട് ഇവന്മാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഇത്രയും നാളെ ഞങ്ങൾ അവരെ ഇട്ട് ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പൊ ഇവന്മാരുടെ ഇരിപ്പ് കണ്ടില്ലേ, അവരുടെ തലയിൽ കല്ലും വീഴുന്നില്ല, അവർക്ക് അതുമില്ല. ആ പ്രോബ്ലം ഇവിടെയാണ് ഇരുട്ട്, ഇവിടെയാണത് ആടുമാടുകൾ ചത്തുപോകുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക്. അപ്പൊ ഇവരെ സങ്കടപ്പെടുത്തിയവരുടെ സങ്കടങ്ങൾ ദൈവത്തിന്റെ മക്കൾ. അതാണ് നിന്റെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണുമെന്ന് പറയുന്നതൊക്കെ എത്രയോ സത്യമായ കാര്യമാണ്. നമ്മളാരും നമ്മുടെ വീഴ്ചകൾ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ വീഴ്ച കാണും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവം നമ്മുടെ സങ്കടം തീർക്കാൻ വരുമ്പം, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണെങ്കിൽ നമ്മുടെ ദൈവം ശക്തനും സർവശക്തനും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും നമുക്ക് പറയാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ആളുകളായിട്ട് ഹല്ലേലൂയ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, ഇത് മുഴുവൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ സങ്കടം തീർക്കാൻ ഇറങ്ങി വരും. ആമേൻ. സങ്കടം തീർക്കാൻ കർത്താവ് വരും. വേറെ പല കാര്യങ്ങളും കർത്താവ് ചെയ്യും. പക്ഷെ കർത്താവ് സങ്കടങ്ങൾ തീർക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു കാര്യമാണ്. ആമേൻ. അപ്പൊ നമ്മുടെ സങ്കടങ്ങൾ പോലും മൈൻഡ് ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവരുടെ സങ്കടങ്ങൾ തീർക്കാനാണ് കർത്താവ് ഇറങ്ങി വന്ന് അങ്ങനെ അത്ഭുതകരമായിട്ട് അവരെ അവിടെ നിന്ന് വിടുവിച്ചു. പിന്നീട് നമുക്കറിയാം ഫറവോന്റെ ആ സൈന്യമൊക്കെ വീണ്ടും പുറകെ വന്നപ്പോഴും ഹല്ലേലൂയ അവര് ചെങ്കടലിൽ അവരെ അതോടുകൂടി അവരുടെ അവസാനമായിരുന്നു. അങ്ങനെ അവർ ജാലികളായിട്ട് അവിടുന്ന് പോയി അവരുടെ സങ്കടങ്ങൾ കർത്താവ് തീർത്തോ ഇല്ലയോ? കർത്താവ് തീർത്തു. ആമേൻ. വളരെ മനോഹരമായിട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ ദൈവം വെറുതെ കർത്താവ് സങ്കടങ്ങൾ അറിയുന്നു എന്ന് പറയത്തില്ല. നമ്മുടെ സങ്കടങ്ങൾ കർത്താവ് അറിയുന്നു എന്ന് പറഞ്ഞാൽ ആ സങ്കടത്തിന്റെ മേൽ കർത്താവ് പ്രവർത്തിക്കാൻ പോവാ. ആമേൻ. എന്നതാണോ നമ്മളെ ഇട്ട് കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണോ നമ്മൾ പബ്ലിക്കായിട്ട് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ ഉള്ളിലിരുന്ന് ഞരങ്ങുന്നോ, ഹല്ലേലൂയ, അത് ഏത് വിഷയത്തിലായിക്കോട്ടെ, ഹല്ലേലൂയ, ആ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ സങ്കടങ്ങളെ ദൈവം മാറ്റുമ്പോൾ അത്ഭുതകരമായ രീതിയിലുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് നൽകി തന്ന് ആ സങ്കടത്തിന്റെ മേൽ പരിഹാരം ഒരുക്കി സങ്കടം മാറ്റി കർത്താവ് നമുക്ക് സന്തോഷം തരുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ നമ്മള് യാക്കോബിന്റെ കാര്യം ചിന്തിച്ചാലും ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഫറവോൻ പല പ്രാവശ്യം അവരെയിട്ട് കറക്കി. പക്ഷെ എന്നാലും നമുക്കറിയാം അതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നെന്ന്. ഹല്ലേലൂയ. അവൻ വിടത്തില്ല എന്നുള്ള രീതിയിൽ നിന്നിട്ടും കർത്താവിന്റെ കൈയുടെ ശക്തിയാൽ ഹല്ലേലൂയ. ഞാൻ ആ ഒരു ഇത് കഴിച്ചപ്പോൾ തന്നെ യാവേ, അപ്പം YHWH യാവേ, അതിനകത്ത് അതിന്റെ അർത്ഥം പറയുന്നത് ദ ലോർഡ്. അപ്പൊ പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്,
ഹാൻഡ് ഹോൾഡ്സ് നെയിൽ ഹോൾഡ് എന്ന് വെച്ചാൽ കരങ്ങൾ പിടിക്കുന്നു, ആണി പിടിക്കുന്നു. അപ്പൊ അവിടെ തന്നെ ഹല്ലേലൂയ ക്രൂശിന്റെ ശക്തിയുണ്ട്, ക്രൂശിലെ ആ ആണി. അപ്പം ഹാൻഡ് ഹോൾഡ് നെയിൽ ഹോൾഡ്. അപ്പൊ നമ്മളെ ആരാ പിടിച്ചിരിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. ദ ലോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളും കഷ്ടങ്ങളും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ഞാൻ സർവശക്തിയുള്ള ദൈവമായിട്ടാണ് അബ്രഹാമിന്, ഇസാക്കിന്, യാക്കോബിനൊക്കെ വെളിപ്പെട്ടെ. പക്ഷെ മോശയുടെ മുമ്പിൽ പറയാം ഐ ആം ദ ലോർഡ് എന്ന് വെച്ചാൽ ഹാലേൽ നിങ്ങളുടെ കർത്താവ്. ഇത്ര നാൾ അവരുടെ കർത്താവായിട്ട് അവിടെ കിടന്ന് അവരത്രയും പ്രോബ്ലം ഉണ്ടാക്കിയ ഫറവോനല്ലേ, അവന് അത്രയും പ്രശ്നങ്ങളല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ കർത്താവ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാം നമ്മുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും ഈ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും മേൽ എല്ലാം കർത്തൃത്വം നടത്തി അവിടുന്ന് വിടുവിച്ചുകൊണ്ട് വരുന്നവനാണ് ദ ലോർഡ്. ആമേൻ, നമ്മുടെ കർത്താവ്. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യം എന്റെ കരത്തിന്റെ ശക്തി, എന്റെ കരത്താൽ വിടുവിച്ചു. വീര്യപൂജ എന്ന് പറയുന്നത് അതാണ്. ഹല്ലേലൂയ. ഹാൻഡ് ഹോൾഡ്സ് നെയിൽ ഹോൾഡ്സ്, അങ്ങനെയാണ് കർത്താവ് നമ്മളെ നടത്തുന്നത്. ആമേൻ. അപ്പം ഈ വീര്യഭുജം കൊണ്ട് കർത്താവ്, ഹല്ലേലൂയ, ഇന്ന് എത്രയധികം നമ്മൾ ഇന്ന് കർത്താവിന്റെ മക്കളായി യേശുവിന്റെ രക്തം നമ്മുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുക. കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുക. അങ്ങനെയാണെങ്കിൽ പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ശാശ്വത ഭുജങ്ങളല്ലേ നമ്മളെ നടത്തുന്നത്. ആ ഭുജങ്ങളിൽ ആണിയേറ്റ ശേഷമാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളിരിക്കുന്ന ആ കരം ആരുടെ കരമാ? കർത്താവിന്റെ കരത്തിൽ. ആ കരം നമ്മളെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ആ സങ്കടങ്ങൾ നമ്മളെ വിടുവിച്ച് ദൈവം അത്ഭുതകരമായി നമ്മളെ വെളിയിൽ കൊണ്ടുവരും. ആമേൻ. അത് എന്നാക്ക രീതിയിൽ സങ്കടം ഉണ്ടാക്കിയവരാണേലും അതിന്റെ മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയും മഹത്വവും നമ്മൾ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവത്തിനായ സ്തോത്രം. ഇനി നമുക്ക് യാക്കോബിന്റെ സങ്കടം ദൈവം എങ്ങനെയാന്ന് മാറ്റിയെന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 31 നമ്മൾ നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 31. ആമേൻ. നമുക്കറിയാം ലേയുടെ കാര്യം നമുക്കറിയാം, റേച്ചലിന്റെ കാര്യം അറിയാം. ഇതൊന്നും നമ്മൾ ഇനി ആരും വീണ്ടും എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അതിനുശേഷം യാക്കോബിന് മക്കൾ ഉണ്ടാവുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യാക്കോബ് പറയാണ്, അതിന്റെ 30, 26, 27, 29 ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഞാൻ വായിക്കാം. ഞാൻ നിന്നെ സേവിച്ചതിന്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം. ഞാൻ പോകട്ടെ. ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയ ഉണ്ടെങ്കിൽ പോകരുതേ. നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക, ഞാൻ തരാമെന്ന് പറഞ്ഞു. അവനോട്, ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയും. ഞാൻ വരും മുമ്പ് നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കും. ഞാൻ കാൽ വെച്ചെടുത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം ലാബാന്റെ മറുപടി, ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരണ്ട. ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ച് പാലിക്കാം. അടുത്ത എഗ്രിമെന്റ് എന്താണ്? ഞാൻ ഇന്ന് നിന്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുകുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുകുമുള്ളതിനെ വേർതിരിക്കാം. അതെന്റെ പ്രതിഫലമായിരിക്കട്ടെ. അപ്പൊ യാക്കോബ് എന്നാ പറഞ്ഞേ? അല്ലെങ്കിൽ ഇങ്ങനെ ഈ പുള്ളിയും മറുകുമുള്ള ആടുകൾ, ചെമ്മരി ആടുകളിൽ കറുത്തത്, കോലാടുകളിൽ പുള്ളിയും മറുകുമുള്ളതിനെയും വേർതിരിക്കാം. അപ്പൊ ലാബാൻ അത് പറഞ്ഞു ഒത്തോ ഇല്ലയോ? ആമേൻ. എന്നിട്ട് എന്റെ താഴെ 33 പറഞ്ഞ, നാളെ ഒരിക്കൽ എന്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എന്റെ നീതി തെളിവായിരിക്കും. കോലാടുകളിൽ പുള്ളിയും മറുകുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്ത എല്ലാം മോഷ്ടിച്ചതായി എണ്ണാം. അതിന് ലാബാൻ, നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അവരെ സംബന്ധിച്ചു. അപ്പം ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: If you will do this one thing for me, I will go on tending your flocks and watching over them. Let me go through all your flocks today and remove from them every speckled and spotted sheep, every dark-colored lamb, and every spotted or speckled goat. Okay, they will be my wages. ഇനി ഈ പറയപ്പെട്ട ഈ പുള്ളിയും മറുകുമുള്ളതല്ലാത്തത് എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതിനെ മോഷ്ടിച്ചതായിട്ടാണ്. അത് ഞാൻ നിന്റെ എടുത്തു മോഷ്ടിച്ചു എന്ന് നീ എണ്ണിയാൽ മതി എന്ന് പറഞ്ഞു. ലാബാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ലാബാൻ ചെയ്തത് എന്താണ്? എന്ത് യാക്കോബ് എന്റെ ഓഹരിയായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു ഈ പാർട്ടി ചെയ്തത്. ഹല്ലേലൂയ. അതിന്റെ 34 കാണാം. Agreed, said Laban. Let it be as you have said.
That same day he removed all the male goats that were streaked or spotted, and all the speckled or spotted female goats, all that had white on them, and all the dark colored lambs, and he placed them in the care of his sons. Then he put a 3-day journey between himself and Jacob, while Jacob continued to tend the rest of Laban's flock. കണ്ടോ ഹല്ലേലൂയ. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിനെ പുള്ളിയും മറുകുള്ളതൊക്കെ ആരുടെയാ? അത് യാക്കോബിന് അവകാശമായിട്ടിരിക്കേണ്ടതാ. പക്ഷേ ഇവിടെ ലാബാൻ എന്ത് ചെയ്തു? സമ്മതിച്ചു കഴിഞ്ഞപ്പം ഈ പുള്ളിയും മറുകുമുള്ള സ്ട്രീക്ഡ് ആൻഡ് സ്പോട്ടഡ് മെയിൽ ഗോട്ടിനെയും അതുപോലെ തന്നെയുള്ള സ്ട്രീക്ഡ് ആൻഡ് സ്പോട്ടഡ് പുള്ളിയും മറുകുമുള്ള ഫീമെയിൽ ഗോട്ടിനെയും യാക്കോബ് പറഞ്ഞു മാറ്റി വെച്ചതിനെയെല്ലാം തരാന്ന് പറഞ്ഞിട്ട് എന്നെ ഇതിനെല്ലാം കൂടി പിടിച്ച് യാക്കോബിന്റെ അവകാശമായിട്ട് ഒക്കെ എല്ലാം പറഞ്ഞ് ഒപ്പിച്ച കാര്യങ്ങൾ ആ ആട്ടിൻകൂട്ടത്തെ എല്ലാം എടുത്ത് അവന്റെ മക്കൾക്ക് കൊടുത്തിട്ട് 3 ദിവസം, അതായത് അത്ര ഇനി ഈ പരിസരത്തെങ്കിൽ ഈയിടെയെങ്കിലും പോയി യാക്കോബിനെ ഓടിച്ചെന്ന് പിടിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അത്രയും ദൂരത്തിൽ മാറ്റിക്കളഞ്ഞു. അങ്ങനെ അപ്പുറത്തെ കണ്ടത്തിൽ ഇപ്പുറത്തെ കണ്ടത്തിൽ നിന്നുള്ള പരിപാടിയല്ല. അങ്ങനെയാണ് എളുപ്പ ലാഭാകടത്തർക്ക് ഓടിച്ചത് അവിടുന്ന് പിടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് അതായിരുന്നു വേണ്ടത്. ഇവൻ പറഞ്ഞു ഒക്കുകയും ചെയ്തു. എന്തൊരമ്മായപ്പന, എന്താണെങ്കിലും ശരി. ഹല്ലേലൂയ. പറഞ്ഞ കാര്യം ഇവ നേരെ തിരിച്ചു. ആമേൻ. അപ്പൊ ഇനി പുള്ളിയും മറുകുമുള്ള ആണും പെണ്ണും ആയിട്ടുള്ള ആടിനെ, മെയിൽ ഗോട്ടിനെ ഫീമെയിൽ ഗോട്ടിനെ ആര് കൊണ്ടുപോയി? ലാബാൻ കൊണ്ടുപോയി. ഇനിയിപ്പോ പുള്ളിയും മറുകുമുള്ളതാണ് ലാബാന് വേണ്ട. ഇതെവിടെ നിന്ന് കിട്ടും? ഇവനത് എടുത്തോണ്ട് പോയി, മാറ്റിക്കളഞ്ഞു. അപ്പം ബാക്കി ഇതില്ലാത്തതാണ് കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ പുള്ളിയും മറുകും ഇല്ലാത്തതിനെയൊക്കെ പിടിച്ചോണ്ട് യാക്കോബ് ഇരിക്കുക. ഇതായിരുന്നു. പക്ഷെ പറഞ്ഞത് മറ്റേത് വേണമെന്ന്. പക്ഷെ ആ മെയിലും ഫീമെയിലും എടുത്തോണ്ട് ലാബാൻ പോയി. പക്ഷെ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം എത്ര വലിയവനാ. ഹല്ലേലൂയ. നമ്മള് അതിന്റെ 31 ബാക്കി ഭാഗങ്ങൾ നമ്മൾ കാണുവാണ്. ഈ യാക്കോബ് അവിടെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയില്ല. കൈ കിട്ടിയ ബാക്കി അതിനെയൊക്കെ വെച്ച് വീണ്ടും മേയിച്ച് അവിടെ നടക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ഒരു കാരണവശാലും ദൈവത്തിന്റെ ജനത്തെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. യാക്കോബ് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയെങ്കിലും ലാബാൻ യാക്കോബ് വളരെയധികം ആഗ്രഹിച്ച അത് പറഞ്ഞു ഒപ്പിച്ച കാര്യമാണ്. പക്ഷെ അതിനെ എടുത്ത് മാറ്റിയപ്പോൾ എന്തുമാത്രം സങ്കടം യാക്കോബിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്, എത്രമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് ലാബാന്റെ പെടലേക്ക് പിടിക്കാനോ, നീ അല്ലേലും ചെന്നീനെ, എന്റെ കല്യാണത്തിന് ദിവസം തൊട്ടേ എനിക്കറിയാം, ഞാൻ ആദ്യം റേച്ചലിനെ സ്നേഹിച്ച് നീ എനിക്ക് കൊണ്ട് ലേ തന്ന് അപ്പത്തൊട്ടേ എനിക്കറിയാം, ഇതൊന്നും പറഞ്ഞോട് വഴക്കുണ്ടാക്കുന്ന കാണുന്നില്ല. ഹല്ലേലൂയ. അതിനകത്തെല്ലാം ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും പോട്ടെ, അതവിടെ ഇരിക്കട്ടെ, അത് വേറൊരു ഭാഗം. പക്ഷെ എന്നാലും ഹല്ലേലൂയ, അടുത്ത ഒരു ചതിവ് കണ്ടോ ചെയ്യുന്നത്. ഇപ്പൊ ആക്ച്വലി പലരും പറയും യാക്കോബ് ചതിയെന്ന്. ഇത് ആരായി ചതിച്ചത്? യേശാവാണെങ്കിലും യേശാവിനെ ഇത് പിടിച്ചു പറിച്ചു മേടിച്ചതല്ല, അവന്റെ പെർമിഷനോടെ മേടിച്ചല്ല, അവൻ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് കൈവശമാക്കി. ഹല്ലേലൂയ. യാക്കോബും കണ്ടോ കാണിച്ചു. ഇവിടെ പറഞ്ഞൊത്ത കാര്യം അല്ലാതെ ലാബാന്റെ കയ്യിൽ നിന്ന് പോയി ലാബാനെ പറ്റിച്ചോണ്ട് വന്നതല്ല. എല്ലാം പറഞ്ഞു, ഇത് നേരെ പറഞ്ഞെടുത്ത കാര്യമാണ്. ഹല്ലേലൂയ. ഓക്കെ, അപ്പന്റെ സന്നിധിയിൽ പേരൊക്കെ മാറ്റി പറഞ്ഞു, അത് വേറെ ഒരു വിഷയം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് യാക്കോബല്ല ആ ചതി കാണിക്കുന്നത്, ഈ ലാബാനാണ് ഈ പരിപാടി കാണിക്കുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ പോയ സമയത്ത് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം കണ്ടോണേ. ഹല്ലേലൂയ. ആമേൻ. പിന്നീട് ഇവര് തിരിച്ചു പോകാനുള്ള സമയമായി. ഈ സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പയ്യെ യാക്കോബ് ഈ അനുഭവങ്ങളൊക്കെ അവരോട് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം അവരോട് എന്ന് പറഞ്ഞ റേച്ചലിനോടും ലേയോടൊക്കെ പറഞ്ഞു, ഓക്കെ നമുക്കിനി പോയേക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ അവരും ഒക്കെ സമ്മതിച്ചു. അപ്പൊ അതിനകത്ത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുവാണ്, ഹല്ലേലൂയ, എനിക്ക് ഇത്രയും മൃഗസമ്പത്തൊക്കെ ഉണ്ടായി. ഹല്ലേലൂയ. അത് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചുള്ള ടെസ്റ്റ് മണി പറയുന്നത് പോലെ യാക്കോബ് അവരോട് പറയുന്ന ഒരു ഭാഗമാണ് 31:8, 9, 10, 11. ഞാൻ വായിക്കാമേ. പുള്ളിയുള്ളവൻ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്നവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പെറ്റു. വരയുള്ളവൻ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്നവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെ വരയുള്ള കുട്ടികളെ പെറ്റു. ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. 10-ാമത്തെ വാക്യം.
ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുകും ഉള്ളവ എന്ന് കണ്ടു. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറുകുമുള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പം ദൈവം യാക്കോബിന് ഒരു സ്വപ്നം കൊടുക്കുകയാണ്. യാക്കോബെ, ഇവര് ഈ മേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനെ, ഹല്ലേലൂയ, ആ കയറുന്ന ആ മുട്ടാട് ഈ സ്പെക്കിൾഡ് ആൻഡ് സ്പോട്ടഡ് ആണ്. ഹല്ലേലൂയ. യാക്കോബെ, നിന്നോട് ഈ ലാബാൻ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യാക്കോബിന്റെ കയ്യിൽ സ്വപ്നത്തിലല്ല, ലിറ്ററൽ ആയിട്ട് യാക്കോബിന്റെ കയ്യിലിരിക്കുന്ന ആടിനകത്ത് ഈ പുള്ളിയില്ല, മറുകുമില്ല. ആമേൻ. പക്ഷെ സ്വപ്നത്തിൽ ദൈവം കാണിക്കുകയാണ്, യാക്കോബെ, ഈ ചെന ഏൽക്കുന്നതൊക്കെ ഈ മേൽ ഗോട്ട് ഇവരെന്താ, ഇവര് പുള്ളിയും മറുകുമുള്ളത് സ്വപ്നത്തിൽ ദൈവം കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ലാബാനെ, നീ കാണുന്നത് തൊലിപ്പുറത്തെ പുള്ളിയും മറുകേ ഉള്ളൂ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിനറിയാം പുള്ളിയും മറുകും വെളിയിൽ ഇല്ലെങ്കിലും അകത്ത് ജീവനകത്ത് ഇതിനെ വെക്കാൻ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ മഹത്വം. ഇവൻ ഇത് കണ്ടിട്ടല്ലേ പോയത്. ഹല്ലേലൂയ. ഈ പുള്ളിയും മറുകും വെളിയിലിരിക്കുന്നതിനെ, ഈ തൊലിപ്പുറത്തിരിക്കുന്നതിനെ കണ്ടിട്ടല്ലേ പോയത്. കൊണ്ടൊക്കെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ ദൈവം യാക്കോബിന് സ്വപ്നത്തിൽ കാണിക്കുകയാണ്. യാക്കോബ് അവിടെ ഇതിനിടയ്ക്ക് ഇങ്ങനെ കോലൊക്കെ വരച്ച പരിപാടിയൊക്കെ നടത്തി. അത് നമ്മൾ പറയണ്ട, അതങ്ങനെ അതൊരു സൂപ്പർസ്റ്റിഷന്റെ പുറത്ത് അതുപോലെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ അതിന്റെ ഇവിടെ ഉണ്ട്. പക്ഷെ ദൈവമാണ് അവിടെ അത്ഭുതം ചെയ്യുന്നത്. ദൈവം യാക്കോബിന് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്തു, യാക്കോബെ, നിന്റെ ഈ ടെക്നിക്കൽ കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങിയിട്ട് യാക്കോബെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ കണ്ടോ അവിടെ നടക്കുന്നത് എന്താ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ലാബാൻ കാണാത്തത്, പുള്ളിയും മറുകും ഉള്ളതിനെ ഈ ലാബാൻ എടുത്ത് മാറ്റിയെങ്കിൽ തൊലിപ്പുറത്ത് പുള്ളിയും മറുകും ഇല്ലാത്ത ഈ ആടിനകത്തുനിന്ന് എങ്ങനെ ഇങ്ങനെയുള്ള പിള്ളേരുണ്ടാകും പറ. ആമേൻ, ഹല്ലേലൂയ. ഇപ്പം നമ്മളിപ്പോ ഇന്ത്യൻസിന് ആഫ്രിക്കൻ കൊച്ചിനെ പോലെ കൊച്ചുങ്ങളുണ്ടായ വല്ലതും ചിരിക്കുകയല്ലേ. ആമേൻ. തലമുടി ഇങ്ങനെ വിരിവിരിന്നിരുന്ന് അതുപോലത്തെ കളറും പിന്നെ അതുപോലെ തലമുടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുരുണ്ട്, ഒത്തിരി ഇതൊന്നും ഇല്ലാതെ ഒരു ഇന്ത്യൻ കപ്പിളിന്റെ കൂടെ, അത് ഞങ്ങളുടെ കൊച്ചാന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും പറയും നിങ്ങൾ ആഫ്രിക്ക പോയി ദത്തെടുത്ത അല്ലേ, അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ ദൈവം അങ്ങനെ നല്ലവളെ തീരുമാനിച്ചിട്ട് ആഫ്രിക്കൻ കൊച്ചിനെ പോലെ ഒരു കൊച്ചിനെ ഇന്ത്യൻ ഒരു കപ്പിളിന് കൊടുക്കാൻ ദൈവം മതിയായവന്. പക്ഷെ നോർമലി അങ്ങനെ സംഭവിക്കാറില്ല. ഒന്നുകിൽ അപ്പന്റെ ഷേപ്പ് അല്ല അമ്മയുടെ ഷേപ്പ്, അല്ലെങ്കിൽ അപ്പന്റെ കളർ അമ്മയുടെ കളർ, ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഇതിപ്പോ നമ്മൾ കണ്ടു, ലാബാൻ മെയിൽ ഗോട്ടിനെ ഫീമെയിൽ ഗോട്ടിനെ ഈ പുള്ളിയും മറുകുള്ളതിനെ കൊണ്ട് പോയി. പിന്നെ എങ്ങനെ ഇതുപോലത്തെ ഉള്ളത് വരും? ആമേൻ. അങ്ങനെയാണ് കളർ ഇല്ലാത്തതിനകത്ത് അവർക്ക് അത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളേലും ഉണ്ടോ ഞാൻ ഇങ്ങനെ നോക്കി, ഫീമെയിൽ അല്ലെ മെയിൽ, അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടുക. ഇത് അതിന്റെ ഫീമെയിലിന്റെയും മെയിലിനെ എടുത്തോണ്ട് പോയി. പക്ഷെ അവിടെ ഉള്ളത് പ്ലെയിനാ. പക്ഷെ ഇതിനകത്തുനിന്ന് എങ്ങനെ വരും? ഹല്ലേലൂയ. അതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം. ലാബാൻ ഇതിനെ പിടിച്ചോണ്ട് പോയപ്പോഴും അവന്റെ മക്കളുടെ കൈ കൊടുത്തിട്ട് മാറ്റി 3 ദിവസം വരുന്നവരും അത്ര ദൂരം മാറ്റി വെച്ചാലും ഹല്ലേലൂയ, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ലാബാന്റെ തൊലിപ്പുറത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലാബാൻ ഈ ദൈവത്തിന്റെ മഹത്വം എന്താന്ന് ലാബാൻ അറിയത്തില്ല. ഈ ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ. ഹല്ലേലൂയ. നീ തൊലിപ്പുറത്തെ കാണുമെങ്കിൽ ദൈവം ജീവനകത്തിരിക്കുന്ന കാണുന്ന ദൈവമാണ്. അങ്ങനെ ഒന്നില്ലെങ്കിലും യാക്കോബിന് വേണ്ടി അങ്ങനെ ഒന്ന് ദൈവം അപ്പം വെക്കും. അതിനാണ് കർത്താവ് സ്വപ്നത്തിൽ യാക്കോബിന് വേണ്ടി പറഞ്ഞത്. അവനെ മനസ്സിലാക്കിപ്പിക്കണമായിരുന്നു, യാക്കോബേ, ഇതാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഇതിന്റെ പിന്നിൽ ആരാ? ഈ കൂട്ടമൊക്കെ പുള്ളിയും മറുകും ഉള്ളതിനെ പ്രസവിക്കണമെങ്കിൽ ഹാലലി അതിന്റെ ജീനിനകത്തൊരു പ്രവർത്തിച്ച അവിടെ അതിൻ്റെതായ വിത്തിട്ട് കൊടുത്ത് ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, യാക്കോബ് പുറമെ എന്തെല്ലാം കിടന്ന് കാണിച്ചു, ഇതൊന്നും സക്സസ് ആയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, കർത്താവ് നീ എവിടെയായിരുന്നു? ഈ ലാബാൻ ഇതിനെല്ലാം എടുത്തോണ്ട് പോയപ്പോ നീ എന്നെ അന്ന് മിണ്ടാതെ, നീ അന്നെന്നെ മിണ്ടാതിരുന്നേ. ഹല്ലേലൂയ. അന്നെന്നെ അവിടെ അങ്ങനെ ഇടപെട്ടിട്ട് എനിക്കിത് കിട്ടത്തക്ക രീതിയിൽ എന്തെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റും, നീ അന്നൊന്നും ചെയ്തില്ല. അതുകൊണ്ട് എന്റെ സങ്കടം വർദ്ധിച്ചു. എത്ര ദിവസം ഇങ്ങനെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ആടുകളെ നോക്കി ഇങ്ങനെ നടന്നു ഞാൻ, അല്ലേ? അതൊക്കെ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ, അതൊക്കെ ഒരു ടൈമേ ഉള്ളൂ. അത് കഴിയുമ്പം
ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണും തീർച്ചയായിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകം കാണുന്ന പോലെ ലോകക്കാരോ ഏത് രീതിയിൽ എങ്ങനെയാണേലും കാണിച്ചാലും ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തി നമ്മളെ തന്നെ നമ്മുടെ സങ്കടത്തിന്റെ മധ്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ദൈവം മനുഷ്യർ കാണുന്ന പോലെയല്ല. ദൈവത്തിന് ഏത് സാഹചര്യത്തെ എങ്ങനെ വേണേലും മാറ്റിമറിക്കാൻ നമ്മുടെ കർത്താവ് സർവശക്തൻ. ആമേൻ. ഹല്ലേലൂയ. പുറത്തെ തൊലി കണ്ടിട്ടാണ് ലാബാൻ അതിനെ മാറ്റിയത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, യാക്കോബിന്റെ ദൈവം തൊലിക്കകത്ത്, ശരീരത്തിനകത്ത് വേണ്ടുന്ന മാറ്റം കൊടുത്ത് എന്ത് യാക്കോബ് ആഗ്രഹിച്ചോ, എന്ത് യാക്കോബ് അവിടെ നിന്ന് കരയാൻ അല്ലെങ്കിൽ സങ്കടപ്പെടാൻ ഇടയാക്കിയോ, ഹല്ലേലൂയ, അതിന്റെ മേൽ ദൈവം സന്തോഷം കൊടുത്ത് പുള്ളിയും മറുകും ഉള്ളതിനെ തന്നെ വെളിയിൽ കൊണ്ടിരിപ്പിച്ചു ദൈവം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആര് എങ്ങനെ ഏത് രീതിയിൽ സങ്കടപ്പെടുത്തി ചിന്തിച്ചാലും ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് പറ്റാത്ത ഒരു കാര്യമില്ല. കർത്താവ് ജീവനകത്ത് ഇടപെട്ടതാണെങ്കിൽ ദൈവം അവിടെ ഇടപെട്ടിട്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി നമ്മുടെ സങ്കടം മാറ്റിക്കുന്ന ദൈവമാണ്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ പിന്നെ വരുമ്പോൾ നമുക്ക് കാണാം, ലാബാനോട് പറയാണ്, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. 38 താഴോട്ട് 38 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ജനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയെന്ന് നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെ നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എന്റെ കണ്ണിന് ഉറക്കമില്ലാതായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായി, 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായി നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രിയിൽ ന്യായം വിധിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവ്, ഹല്ലേലൂയ, ഇതുപോലെ കർത്താവ് ന്യായം വിധിക്കുന്ന ഒരു രാത്രി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ആമേൻ. അത് സ്വർഗത്തിൽ ചെന്ന് മാത്രം തരുന്നതല്ല, ഇവിടെ വെച്ചും ദൈവം ഇടപെടേണ്ടെന്ന വിഷയങ്ങൾക്കകത്ത് എന്താണോ അതിൻ്റെ മേൽ ആ പ്രവൃത്തി ദൈവം ശക്തമായിട്ട് അത് ചെയ്തിരിക്കുക തന്നെ ചെയ്യും. എത്ര പ്രാവശ്യം മാറ്റി, 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. എത്ര വിശ്വസതയോടുകൂടിയാണ് ഈ യാക്കോബ് ഈ ആടുകളെല്ലാം മേയിച്ചെന്ന് നോക്കിക്കേ. ആമേൻ. കടിച്ചു കീറിപ്പോയനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അത്രയ്ക്കും വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഇത്രയും ചീറ്റിങ്ങും ഇത്രയും വിഷയങ്ങളൊക്കെ ഈ ലാബാൻ ചെയ്തുവെങ്കിലും നോക്കിക്കേ, യാക്കോബ് വിശ്വസ്തനായി നിന്ന് കണ്ടോ. അതാണ് യാക്കോബിന്റെ വാല്യൂ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ. നമ്മളെ പ്രയാസപ്പെടുത്തുന്നവരെ നമ്മളും അങ്ങോട്ട് പോയി പ്രയാസപ്പെടുത്താനല്ല, നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരെ നമ്മളും ജടികമായി പ്രതികരിച്ച് അതുപോലെ തന്നെ അവർക്കിട്ട് കൊടുക്കാനല്ല. അങ്ങനെ കൊടുത്താൽ ഈ മഹത്വം നമ്മൾ കാണത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇതുപോലെ വെയിൽ കൊണ്ടും ക്ഷീണിച്ചും തണുപ്പടിച്ചും ഇങ്ങനെയെല്ലാം നിന്നിട്ടും ഹല്ലേലൂയ വിശ്വസ്തമായിട്ട് തന്നെ നിന്ന ഈ യാക്കോബിന്റെ മേൽ എന്നും അങ്ങനെ ലാബാന്റെ അടുത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഈ പറ്റിപ്പിന്റെ വെട്ടിപ്പിന്റെ തട്ടിപ്പിന്റെ ഇടയ്ക്ക് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനകത്തുനിന്ന് ഒരു പുറപ്പാട് ദൈവം കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം ഇത്രയ്ക്കും അത്ഭുതകരമായ രീതിയിൽ ഈ കൂട്ടമൊക്കെയും എന്ത് യാക്കോബ് ആഗ്രഹിച്ചോ ആ രീതിയിൽ പ്രവർത്തിച്ചത് ദൈവം സ്വപ്നത്തിലൂടെ യാക്കോബിന് വെളിപ്പെടുത്തി കൊടുത്ത് ഹല്ലേലൂയ. ദൈവം അങ്ങനെ യാക്കോബിന്റെ സങ്കടം മാറ്റിയെടുത്തുവെങ്കിൽ ആമേൻ. സ്തോത്രം. നമ്മുടെയും സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. സങ്കടങ്ങളെ മാറ്റുവാൻ കർത്താവിന്റെ കയ്യിൽ പരിഹാരമുണ്ട്. ആ പരിഹാരവുമായിട്ട് കർത്താവ് ഇറങ്ങി വരും. കർത്താവ് പരിഹരിച്ചാലേ അതിനോട് പ്രയോജനവും ഉണ്ടാകത്തുള്ളൂ. വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ശാശ്വത പരിഹാരമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ നമുക്കറിയാം ഹാഗാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ്. ഹാഗാറിനെ നമുക്കറിയാം, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയല്ല ഹാഗാർ കടന്നുപോയി. ഹാഗാറും വളരെയധികം കരഞ്ഞു. ഇഷ്മേലിനെ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ സമയത്ത്, അതിന് മുമ്പ് ഒരു കരച്ചിലുണ്ടായിരുന്നു. ഗർഭിണിയായിരുന്നപ്പോഴും കരഞ്ഞു, വെളിയിൽ ഇറക്കി വിട്ടപ്പോഴും കരഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഓരോന്നൊക്കെ വന്ന് പെടുന്നത് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പം പോയി അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി പോയി കരഞ്ഞ് നിലവിളിച്ച് ദൂതൻ പിന്നീട് തിരിച്ച് അകത്ത് കയറ്റി തിരിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞു. നിന്റെ യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഹല്ലേലൂയ നമുക്ക് കാണാൻ പറ്റും അബ്രഹാം എന്ത് ചെയ്തു? ഈ ഹാഗാറിനെയും ഇഷ്മയേലിനെയും ഹല്ലേലൂയ വെള്ളമൊക്കെ കൊടുത്ത് ആമേൻ. സ്തോത്രം. അവിടെ നിന്ന് പറഞ്ഞു ഇനി പൊക്കോളാൻ. കാരണം മകൻ ഈ ഇഷ്മയേൽ പരിഹാസി എന്ന സാറ കണ്ടപ്പം എന്നാ പറ്റി?
അവിടുന്ന് ഇത് പറ്റത്തില്ല, ഇത് ഇവൻ ഈ ഇശ്മായേൽ എൻ്റെ മോൻ്റെ കൂടെ ഇനി അവകാശമാകാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് കാണാം 21-ാം അധ്യായത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21:14 തൊട്ട് വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനരികെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്തുനിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഈ ഹാഗാറിന്റെ ഈ കരച്ചില്, ഇശ്മായേലിന്റെ ഈ നിലവിളി, ഇവരുടെ ഈ സങ്കടം തീർത്തത് അബ്രഹാമാണോ? അല്ല. അവരോട് അബ്രഹാമേ അബ്രഹാമേ വിളിച്ചുകൊണ്ടിരുന്ന അബ്രഹാം കേൾക്കത്തില്ല. പോയി ആമേൻ, വിളിച്ചാൽ കേൾക്കത്തില്ല. അബ്രഹാമിനൊരു ലിമിറ്റ് ഉണ്ട്. ആമേൻ, അബ്രഹാമിന് കൊടുത്തു വിടാനും ഹാഗാറിന് ചുമ്മാനും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആമേൻ, അതിൽ കൂടുതൽ പറ്റത്തില്ല. ആമേൻ, നമുക്ക് ഇങ്ങനെ മാനുഷികമായിട്ട് പലതും ചെയ്യാനും പലരുടെ സഹായം കിട്ടാനും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല. അതിലും ഭേദം 2 കൈ ആദ്യമേ അങ്ങ് പോക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ എന്താണെങ്കിലും ശരി, അബ്രഹാമിന് ഇഷ്ടമില്ലാതിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷെ എന്നാലും അബ്രഹാം അത് വിട്ടുകൊടുത്ത് പോയ വഴിക്ക് ഇതെല്ലാം ചെയ്തിട്ട് കുട്ടിയെ കൊടുത്ത് പറഞ്ഞയച്ചു. അവള് ബേർശബ മരുഭൂമിയിൽ ഉഴന്നു നടന്ന്, ഹല്ലേലൂയ, സ്തോത്രം, കുഞ്ഞിനെ ആ കുറുങ്കാട്ടിലിട്ടിട്ട് അവിടെ കയ്യിൽ നിന്ന് താത്ത് വെച്ച് മരണം കാണണ്ടെന്ന് പറഞ്ഞ് മാറിയിരുന്ന് കരഞ്ഞു. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നത് കൊണ്ട് ദൈവം അവിടെ ഇടപെട്ടോ ഇല്ലയോ, അവരുടെ സങ്കടം തീർത്തോ ഇല്ലയോ? ഹല്ലേലൂയ, അവരുടെ സങ്കടം തീർത്ത് അവിടെ ഒരു നീരുറവ് തുറന്ന്. അബ്രഹാമിന് അടുത്ത തുരുത്തിയും കൊണ്ടേ വരാൻ പറ്റത്തുള്ളൂ. അബ്രഹാമിന് ഒരിക്കലും നീരുറവ് തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ആ ഉറവ ദൈവം തന്നെ തുറക്കണം. അബ്രഹാമിനെ വിളിച്ച് അബ്രഹാം വിളി കേട്ടെങ്കിൽ, അല്ലെ ആരോടെങ്കിലും പറഞ്ഞു വിട്ട് അബ്രഹാമിനെ വിളിപ്പിച്ചുകൊണ്ട് വന്നാലും അബ്രഹാമിനും ആ ദാസന്മാർക്കും കുറച്ച് വെള്ളം ചുമന്നുകൊണ്ട് വരാമെന്നല്ലാതെ അതും ശാശ്വതമായൊരു പരിഹാരമല്ലേ അല്ല. ആമേൻ. പക്ഷേ ദൈവം അവിടെ ഒരു നീരുറവ് തുറന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രത്തിനോട് പറഞ്ഞു തന്നെ, ആമേൻ, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ആമേൻ, ഹല്ലേലൂയ. ബാലന്റെ നിലവിളി കേട്ടു. അമ്മയുടെ കണ്ണാ ദൈവം തുറന്നു. ആമേൻ, സ്തോത്രം. ബാലന്റെ നിലവിളി, അമ്മയുടെ നിലവിളിയും കർത്താവ് കണ്ടു. പക്ഷെ കർത്താവ് തുറന്ന കണ്ണ് ആരുടെയാ? അമ്മയുടെ. അപ്പൊ ഏത് വിഷയത്തിലാ ഇവ പല ഉത്തരവാദിത്തങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ, നമ്മുടെ കയ്യിൽ അതിനുള്ള സോഴ്സ് ഇല്ലാതെ, നമ്മൾക്ക് പല പ്രാരാബ്ദങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവ് എനിക്കതില്ലല്ലോ എന്ന് പറഞ്ഞ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ വെച്ചിരുന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം, ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോൾ അത് മക്കളുടെ വിഷയത്തിലായിരിക്കും. ഏതാണേലും ശരി, അവര് കാണാത്ത ഉറവ, ആര് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടോ അവര് കാണത്തക്ക രീതിയിൽ ദൈവം ആ ഉറവ നമ്മളെ കൊണ്ടുവരെ കാണിക്കും. ആമേൻ, ഹല്ലേലൂയ. ചെയ്യേണ്ടവർ ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള വഴി ദൈവം ചെയ്യേണ്ടവർക്ക് കാണിച്ചു തരും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം. ഇശ്മായേൽ അത് ഓടിച്ചതിന് അമ്മയെ വെള്ളം പറഞ്ഞെന്ന് കുടിച്ചല്ല. ആമേൻ, കർത്താവ് പറഞ്ഞു തന്നെ, ഹല്ലേലൂയ, അവിടെ പറഞ്ഞിരിക്കുന്ന ആരോട്, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. അപ്പൊ നീ തന്നെ ചെല്ലണം, ബാലനെ താങ്ങണം, എഴുന്നേൽപ്പിക്കണം. ഇനി കരയണ്ട. ഹല്ലേലൂയ, സ്തോത്രം. 2 പേർക്കും പരിഹാരമായി. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം. ആമേൻ. അങ്ങനെ ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. കർത്താവ് അങ്ങനെ ചെയ്തോ ഇല്ലയോ? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവ് അവരുടെ സങ്കടം മാറ്റിയെങ്കിൽ, ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവ് സർവശക്തന്. ഇനി നമുക്ക് ജോസഫിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. ജോസഫിനെ അവരുടെ സഹോദരന്മാര് അസൂയ നിമിത്തം പറഞ്ഞു വിട്ടപ്പോൾ, ഹല്ലേലൂയ, ജോസഫ് പ്രാണസങ്കടത്താൽ അവിടെ കിടന്ന് കരഞ്ഞെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ആ പ്രാണസങ്കടം കേൾക്കാതെ അവര് അതൊന്നും മൈൻഡ് ചെയ്യാതെ എങ്ങനെയാലും ജോസഫിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ജോസഫിന്റെ ആ പ്രാണസങ്കടം, അവന്റെ ആ നിലവിളി അന്ന് ആ സഹോദരന്മാരെ കേട്ടിട്ട് അവരുടെ മനസ്സലിഞ്ഞിരുന്നെങ്കിലോ? അവിടം കൊണ്ട് ആ ജോസഫിന്റെ സ്റ്റോറി അവിടം കൊണ്ട് തീർന്നില്ല. ജോസഫ് തിരിച്ചു പോയി പിതാവിന്റെ കൂടെ വീണ്ടും പിതാവ് അടുത്ത ഉടുപ്പ് തയ്ച്ചു കൊടുത്തു, അവരുടെ വീട്ടിൽ നിന്നേനെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം.
പക്ഷെ അതല്ലായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. അവന്റെ പ്രാണസങ്കടം ആ സഹോദരന്മാർ നിമിത്തമാണ് വന്നെങ്കിലും ഹാലേലൂയ, അല്ലെങ്കിൽ അവരെ സങ്കടപ്പെടുത്തിയില്ലായിരുന്നെങ്കിലും ഹാലേലൂയ, ഇതൊന്നും അല്ലായിരുന്നു അവിടുത്തെ വിഷയം. സ്തോത്രം. അവന്റെ പ്രാണസങ്കടം സഹോദരന്മാർ മൈൻഡ് ചെയ്യാതിരുന്നത് ദൈവത്തിന് അവന്റെ സങ്കടം തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. അതെങ്ങനെയാ തീർത്തു കൊടുത്തതെന്ന് നമുക്കറിയാം. ആമേൻ. സങ്കടദേശത്ത് എന്നെ ദൈവം വർദ്ധിപ്പിച്ചു. ദൈവം എൻ്റെ കഷ്ടത മറക്കുന്നതിന് പിള്ളേർക്ക് അങ്ങനെ പേരിട്ടിരിക്കുക. അപ്പോൾ എന്തുമാത്രം മനസ്സിലാത്ത വിഷമം ഉണ്ടായിരുന്നു ചിന്തിച്ച് നോക്കിക്കേ. എൻ്റെ കഷ്ടതയൊക്കെ എൻ്റെ ദൈവം എന്നെ മറക്കുമാറാക്കി. ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മനുഷ്യനെ പേരിട്ട് സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു. അപ്പം ഹല്ലേലൂയ, ഇത്രയെല്ലാം പദവിയിലെല്ലാം വന്നിട്ടും ജോസഫിന് അത് പറയാനുള്ള പേരുള്ള സങ്കടദേശം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ഏത് അവസ്ഥയിൽ ഇരിക്കുന്നത് യോസഫ് അന്നേരം. ആമേൻ. ഹല്ലേലൂയ. വൈഫിനെ കിട്ടി, മക്കളായി, എന്നാലും അത്രയും ഒരു സ്ഥാനത്തേക്ക് വന്നു, ഉയർത്തപ്പെട്ടു. പക്ഷെ എന്നാലും ജോസഫിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്, ഈ ദേശം എനിക്ക് സങ്കടദേശം. എന്നാലും സങ്കടദേശത്ത് എൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ആമേൻ. ഹാലേലൂയ. പക്ഷെ സങ്കടദേശം പിന്നീട് ദൈവം എത്ര മനോഹരമാക്കി. ഹാലേലൂയ. പിതാവിനെയും സഹോദരന്മാരെയും എല്ലാം കൊണ്ടുവന്ന് ഒരനുഗ്രഹമാക്കി മാറ്റി. ജോസഫിന്റെ കണ്ണുനീരും തുടച്ചുവെങ്കിൽ ഹാലേലൂയ, സ്തോത്രം, പിതാവിനെ വീണ്ടും കാണുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ, ഈ സങ്കടങ്ങളെല്ലാം മാറ്റി ദൈവം ഓണർ ചെയ്ത് മാനിച്ചുവെങ്കിൽ ഹാലേലൂയ, ഇന്ന് നമ്മൾ ചിന്തിച്ചു വന്നത് ഹാലേലൂയ, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആമേൻ. ആമേൻ. ഇങ്ങനെ നമ്മുടെ കർത്താവ് നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഹാലേലൂയ, അതിൻ്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഏത് വിഷയത്തിൽ സങ്കടപ്പെടുന്നു, ഏത് വിഷയത്തിലാണ് നമ്മൾ ഭാരപ്പെടുന്നു, അതിൻ്റെ മേൽ ഇന്ന് ദൈവം അത്ഭുതം ചെയ്യുന്നില്ലല്ലോ, ഇന്ന് കർത്താവ് ഇങ്ങനെയൊന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഇന്ന് കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, കർത്താവ് പറയും, ഇന്ന് ഞാൻ പ്രവർത്തിച്ചാൽ, നീ പറയുന്ന പോലെ ഞാൻ പ്രവർത്തിച്ചാൽ ഹാലേലൂയ, അതിന്റെ അവസാനം ശോഭനമാകത്തില്ല. ദൈവത്തിന്റെ നാമം മഹത്വം ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാകത്തില്ല. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുക, നമ്മൾ കർത്താവിന്റെ കാര്യങ്ങളിൽ താണിരിക്കുക. യാക്കോബ് അത്രയും പ്രയാസങ്ങൾ കൂടി പോയപ്പോഴും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതായത് വിശ്വസ്തതയിൽ മുന്നോട്ട് പോയി. ജോസഫും പല വിഷയങ്ങളിൽ കൂടി കടന്നുപോയി. അവരൊന്നും കോംപ്രമൈസിൽ പോകാതെ സങ്കടത്തിലൂടെ തന്നെയാണ് പോയതെങ്കിലും ഹാലേലൂയ, ദൈവം എങ്ങനെയാ സങ്കടം മാറ്റി. ഇസ്രായേൽ മക്കളും ഹാലേലൂയ, അവരവിടെ അത്രയും സങ്കടത്തിൽ കൂടി കടന്നുപോയി. അവരുടെ സങ്കടങ്ങൾ കർത്താവ് അറിഞ്ഞ് ദൈവം അത്ഭുതം ചെയ്ത് കണ്ടോ. ഹാലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തതുപോലെ ഹാലേലൂയ, ലാബാൻ അത്രയും തരികട പരിപാടി അവിടെ കാണിച്ചു എങ്കിൽ തന്നെയും സ്തോത്രം ഹാലേലൂയ, ലാബാൻ കാണാതെ ഹാലേലൂയ, ലാബാന് പിന്നെ പിടിച്ചു മാറ്റാൻ പറ്റാതെ, ലാബാൻ നോക്കുമ്പോൾ അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇതിനൊന്നും പുള്ളിയില്ല, മറുകുമില്ല എന്ന് ലാബാന് തോന്നും. പക്ഷെ വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെയാ. പക്ഷെ അത് അവനറിയാവോ ഹാലേലൂയ, നമ്മുടെ ദൈവത്തിന്റെ മഹത്വം. അങ്ങനെയാണെങ്കിൽ ഹാലേലൂയ, മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത ഉറവുകൾ, മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഏതൊക്കെ രീതിയിൽ അടയ്ക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി നമ്മളെ കരയിപ്പിക്കാനായിട്ടാണോ പിശാചിന്റെ ശ്രമം, ഇതൊന്നും നടക്കത്തില്ല. ഒരു സമയത്തെ നമ്മൾ അതിൽ കൂടി പോകത്തുള്ളൂ. ഇത് കഴിയുമ്പോൾ സങ്കടങ്ങൾ തീർക്കാൻ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ആ സങ്കടങ്ങൾ തീർത്ത് കഴിയുമ്പോൾ അത് ഭയങ്കര അതിശയകരമായ രീതിയിൽ ദൈവം അത് മാറ്റി നമ്മളെ സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവമാണ്. ഇത് നമ്മുടെ ദൈവത്തിന്റെ ഒരു മഹത്വം, അത് ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്രായേൽ മക്കളെ ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് മോശ നിലവിളിക്കുന്നു, ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നു. പക്ഷെ അവർക്കറിയാമോ ഇതിന്റെ അടിയിൽ ഒരു വഴി അവിടെ ഉണ്ടെന്നുള്ളത്. ആമേൻ. ഹാലേലൂയ. ഒരിക്കലും ഫറവോ ഓർത്തത് ഓക്കെ ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാലേലൂയ ഞാൻ പിന്തുടരുന്നു പറഞ്ഞ അവൻ വരുന്നത്. പക്ഷേ ഹാലേലൂയ, അവനെ അറിഞ്ഞില്ല ദൈവത്തിന് ഈ സമുദ്രത്തിൽ കൂടിയും ഒരു വഴി തുറക്കാൻ പറ്റുമെന്നുള്ളത്. ആമേൻ. ഹാലേലൂയ. അങ്ങനെയാണ് നമ്മുടെ കർത്താവ് നടത്തുന്നത്. അപ്പോൾ ആ സങ്കടങ്ങൾക്ക് ദൈവം പ്രതിപതി ഒരുക്കിയെങ്കിൽ ഹാലേലൂയ, ഇന്ന് എത്രയധികം കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. ഹാലേലൂയ, ഹി ബിക്കേം എ മാൻ ഓഫ് സോറോസ്. ജീസസ് വാസ് ഫെമിലിയർ വിത്ത് സോറോസ്. ഹാലേലൂയ. യെശയ്യാപ്രവചനം 53 പറയുന്നുണ്ട്. ഹാലേലൂയ, അവൻ വ്യസന പാത്രമായിരുന്നു വെച്ചാൽ നമ്മുടെ സങ്കടങ്ങൾ കർത്താവ് ഏറ്റെടുത്തുന്ന. ആമേൻ. യേശുപ്പച്ചൻ നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുത്തു. മാൻ ഫെമിലിയർ വിത്ത് സോറോസ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ സോറോസുമാണ് കർത്താവ് ഫെമിലറൈസ് ചെയ്തത്. കർത്താവ് കടന്നുപോയ ഓരോ സോറോസും നമ്മുടെ സോറോസാ, അല്ലാതെ യേശുവിന്റെ വേറെ എന്താ സോറോ. നമ്മുടെ ഓരോ സോറോസും കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നുവെങ്കിൽ അതിന് നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി എങ്കിൽ ആമേൻ. ഈ യേശുവിൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും എങ്ങോട്ടെങ്കിലും ഓടിക്കാനാണെന്ന് പറയുന്നത് അല്ല, എൻ്റെ അടുത്ത് വാ, ഞാൻ താഴ്മയുള്ളവനാ. ആമേൻ.
കർത്താവ് പറയുന്നില്ല, ഞാൻ അത്ഭുതം ചെയ്യുന്നവനാണ്, ഞാൻ വെള്ളത്തെ വീഞ്ഞാക്കി, ഞാൻ കടലിന് മീതെ നടക്കുന്നു, ഞാൻ ഇത്ര രോഗികളെ സൗഖ്യമാക്കുന്നു. ഇതൊന്നും പറഞ്ഞോണ്ടല്ല കർത്താവ് പറഞ്ഞു, ഞാൻ കാറ്റിനെ അടക്കി, ഞാൻ കടലിനെ അടക്കി, ഇങ്ങനെയല്ലേ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ താഴ്മയുള്ളവന്, എന്നോട് കേട്ട് പഠിക്കും. ആമേൻ. കർത്താവ് വിളിക്കുന്നത് അങ്ങനെയാണ്, അത് വേറൊന്നും പറഞ്ഞിട്ടല്ല. കാരണം ഈ സങ്കടങ്ങളും ഈ പ്രയാസങ്ങളിലും കൂടി കടന്നു പോകുന്നവരുമായിട്ട് താരതമ്യപ്പെടുത്തി കർത്താവ് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുന്നത്. ആമേൻ, സ്തോത്രം. കർത്താവ് ഉന്നതനെങ്കിലും ഉന്നതവാസിയാണെങ്കിലും നമ്മുടെ കർത്താവ് താഴ്മയുള്ളവരും മനോവനയുമുള്ളവരോട് കൂടെ വസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോറോസ് കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഗ്രീഫ്സ് യേശുവിനെ ഏറ്റെടുത്താണെങ്കിൽ നമ്മുടെ ഇന്ന് കടന്നു പോകുന്ന സകല സോറോസിന്റെ മേലും കർത്താവിന്റെ മഹത്വം. കാരണം അതിന്റെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞു കർത്താവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സങ്കടങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാലും യേശുവിനറിയാം. നമ്മൾ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ദൈവഹിതപ്രകാരം ഈ സങ്കടങ്ങളുടെ മധ്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ഇഷ്ടംപോലെ ചാൻസുകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവിടെ നമുക്ക് വീണു പോകാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുക. ആമേൻ. കർത്താവിന്റെ സമയത്ത് ദൈവം അതിൻ്റെതായ രീതിയിൽ ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ആമേൻ. ലാബാൻ അറിഞ്ഞില്ല ഇങ്ങനെ ദൈവം ചെയ്യുമെന്നുള്ളത്. ഹല്ലേലൂയ. നോക്കി കർത്താവ് എങ്ങനെയൊക്കെ കർത്താവിന് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഫറവോ അറിഞ്ഞില്ല ചെങ്കടലിന് കീഴിൽ ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അറിഞ്ഞില്ല, അവരെ ഇട്ട് കരയിപ്പിച്ചവൻ. ശരിയാ, ഓക്കെ, പക്ഷെ ഈ അറിഞ്ഞു അവസാനം നീയാ കരയാൻ പോകുന്നതെന്ന്. ആമേൻ. ഇസ്രായേൽ മക്കള് ഫറവോനും അവന്റെ കൂട്ടർ ഇവരെ ഇട്ട് പഠിപ്പിച്ച് ഒരു പരുവാക്കി. ഹല്ലേലൂയ. അവർക്ക് പിന്നെ മോശം എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടായിരുന്നു. അങ്ങനെ രീതിയിൽ അവരുടെ സങ്കടം ഇരട്ടി കൂടെ ആക്കി ഒന്നുകൂടി. പക്ഷെ ഇരുത്തി കാണിച്ച ദൈവം ഫറവോന്റെ മിസ്രൈമ്യരുടെ സങ്കടം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ മഹത്വം വലുത്. അതുകൊണ്ട് ഇന്ന് സങ്കടത്തിൽ കൂടി പോകുന്ന ആരും വിഷമിക്കണ്ട. ഹല്ലേലൂയ. നമ്മുടെ സങ്കടം കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സങ്കടങ്ങളെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ സങ്കടങ്ങളും നമുക്ക് ഏൽപ്പിക്കാം. ഈ സങ്കടത്തിന്റെ മേൽ ദൈവം വരുത്തുന്ന പ്രതിപദിയും പരിഹാരവും ഹല്ലേലൂയ നമുക്ക് കാണാം. കർത്താവ് നമുക്കത് കാണിച്ചു തരും. കർത്താവ് അത് ചെയ്യും. ഇത് വെറുതെ ദൈവം പറയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലെന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട. ഹാഗാറിന് ആ മരുഭൂമിയിൽ ആരുണ്ട് കേൾക്കാൻ? ആരുമില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയയുടെ കണ്ണുനീര് കണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നീരുറവ് അവിടെ ദൈവം തുറന്നു കൊടുത്തെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. സങ്കടദേശത്തും ദൈവം യോസഫിനെ മാനിച്ചെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. വേറെ ആൾക്കാരെ വിളിച്ചോണ്ട് വന്നിട്ട് റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നാടാ നീ യാക്കോബിനോട് കാണിച്ചെന്ന് ചോദിക്കാൻ ആരും യാക്കോബിന് അവിടെ ഇല്ല. ആരുമില്ല അവിടെ. എന്ത് പണിയാണ് അവനെ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ ആരെല്ലാം ഉണ്ടോ യാക്കോബിന്? ആരുമില്ല. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ബേഥേലിൽ വെച്ച് നീ പോകുന്നിടത്തൊക്കെ ഞാൻ കൂടെ ഇരുന്ന് നിന്നെ ദേശത്തേക്ക് മടക്കി വരുത്താന്ന് പറഞ്ഞ യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അത് യാക്കോബ് പറഞ്ഞു, എന്റെ കൂടെ എന്റെ ദൈവം ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ എന്നൊക്കെ കാണിക്കുമായിരുന്നു. ആമേൻ, സ്തോത്രം. ആ രീതിയിൽ നമ്മളിപ്പോ വായിച്ചു വചനം. അങ്ങനെയാണെങ്കിൽ ചോദിക്കാനും പറയാനും ആളുമില്ലെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആളില്ലെങ്കിലും ഡോണ്ട് വറി, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ലോകത്തിൽ. നമ്മുടെ കർത്താവ് സർവശക്തനും നമ്മുടെ കൂടെ വസിക്കുന്നവനും നമ്മുടെ സങ്കടങ്ങളെ അറിയേണ്ടതുപോലെ അറിയുന്നവനും അറിഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല അങ്ങനെ ഉണ്ടല്ലേ, അയ്യോ അങ്ങനെയല്ല, ഹല്ലേലൂയ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സങ്കടത്തിന് പരിഹാരം വരുത്തുന്നവനുമാണ് നമ്മുടെ യേശുപ്പച്ചൻ. അതിനുവേണ്ടി കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് വിശ്വസിക്കുക, ഏറ്റെടുക്കുക, ദൈവസന്നിധി താണിരിക്കുക. കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ വഴിയിലൂടെ കർത്താവിൻ്റെ വിചാരങ്ങളിലൂടെ കർത്താവ് ഈ സങ്കടങ്ങൾക്കൊരു പരിഹാരം വരുത്തും. യാക്കോബിന് വേണ്ടി ഒരു രാത്രി ഉണ്ടായിരുന്നെങ്കിൽ ന്യായം വിധിക്കാൻ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ സങ്കടത്തിൻ്റെ എന്നാത്തിൻ്റെ മേലാണോ അതിൻ്റെ മേൽ ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. സ്തോത്രം.